ത്രീ കിങ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ മത്സര പരീക്ഷകൾക്കും വേണ്ട പൊതുവിജ്ഞാനമാണ് ഈ വീഡിയോയിൽ. ISROയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ആദ്യ ശുക്രദൗത്യത്തിൻ്റെ പേര് വീനസ് ഓർബിറ്റർ മിഷൻ. വീനസ് ഓർബിറ്റർ മിഷൻ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനത്തിൻ്റെ പേരെന്ത്? തേജസ്. തേജസ്. തേജസ് യുദ്ധവിമാനം പറത്തുന്ന ആദ്യ വനിതാ പൈലറ്റ് ആര്? മോഹന സിംഗ്. മോഹന സിംഗ്. 70 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യമായി ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതി? ആയുഷ്മാൻ ഭാരത് ആരോഗ്യ പരിരക്ഷ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഭാഗ്യക്കുറി അവതരിപ്പിച്ച സംസ്ഥാനം ഏത്? മേഘാലയ. മേഘാലയ. 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആര്? KN ഹരിലാൽ. KN ഹരിലാൽ. കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ സെഞ്ചുറി നേടിയത് ആര്? സച്ചിൻ ബേബി. സച്ചിൻ ബേബി. മനുഷ്യനെ ബഹിരാകാശത്ത് നടത്തിക്കാനുള്ള ആദ്യ സ്വകാര്യ ദൗത്യം ഏത്? പൊളാരിസ് ഡോൺ. പൊളാരിസ് ഡോൺ. പൊളാരിസ് ദൗത്യ സംഘത്തിൻ്റെ കമാൻഡർ ആര്? ജാരദ് ഐസക്മാൻ. ജാരദ് ഐസക്മാൻ. ഈ വർഷത്തെ VP സത്യൻ പുരസ്കാരം നേടിയതാര്? ആൻസി സോജൻ. ആൻസി സോജൻ. ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന പ്രശസ്തമായ അത്തം ഘോഷയാത്ര നടക്കുന്ന സ്ഥലം തൃപ്പൂണിത്തുറ. തൃപ്പൂണിത്തുറ. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? മധ്യപ്രദേശ്. മധ്യപ്രദേശ്. പ്രോജക്റ്റ് ചീറ്റയുടെ ഭാഗമായി ഇന്ത്യയിലെത്തിച്ച ആഫ്രിക്കൻ ചീറ്റകളെ ഏത് ദേശീയോദ്യാനത്തിലാണ് പരിപാലിക്കുന്നത്? കുനോ ദേശീയ ഉദ്യാനം. കുനോ ദേശീയ ഉദ്യാനം. മലയാള ചലച്ചിത്ര മേഖലയിലെ സാങ്കേതിക വിദഗ്ധരുടെ കൂട്ടായ്മ ഫെഫ്ക. ഇന്റർനാഷണൽ ഡേ ഓഫ് ചാരിറ്റി ഏത് ദിവസം? സെപ്റ്റംബർ 5. ഡോക്ടർ S രാധാകൃഷ്ണന്റെ ആത്മകഥ? മൈ സെർച്ച് ഫോർ ട്രൂത്ത്. മൈ സെർച്ച് ഫോർ ട്രൂത്ത്. VP സത്യൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ആര്? ആൻസി സോജൻ. ആൻസി സോജൻ. ഹേമ കമ്മീഷൻ രൂപീകൃതമായത് എന്ന്? ഹേമ കമ്മീഷൻ രൂപീകൃതമായത് 2017 നവംബർ 16. കേരളത്തിൻ്റെ സാംസ്കാരിക സിനിമാ വകുപ്പ് മന്ത്രി ആര്? സജി ചെറിയാൻ. സജി ചെറിയാൻ. ലോക ഫോട്ടോഗ്രാഫി ദിനം എന്ന്? ലോക ഫോട്ടോഗ്രാഫി ദിനം ഓഗസ്റ്റ് 19. ആണവ പരീക്ഷണങ്ങൾക്കെതിരായ അന്താരാഷ്ട്ര ദിനം എന്നാണ്? ഓഗസ്റ്റ് 29. ഓഗസ്റ്റ് 29. ഹേമ കമ്മീഷൻ രൂപീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ച സംഘടന ഏത്? WCC വിമൺ ഇൻ സിനിമ കളക്റ്റീവ്. അന്തരിച്ച ജനറൽ സുന്ദരരാജൻ പത്മനാഭൻ ഏതു മേഖലയിൽ മേധാവിയായിരുന്നു? ഈയിടെയാണ് അന്തരിച്ചത്. ഇന്ത്യൻ കരസേനാ മേധാവി. കേരളീയനായ ആദ്യ സൈനിക മേധാവി? ജനറൽ സുന്ദരരാജൻ പത്മനാഭൻ. ആദ്യമായി പോളണ്ട് സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? മൊറാർജി ദേശായി. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഇന്ത്യയുടെ ആദ്യ ദൗത്യത്തിൻ്റെ പേര്? ഗഗൻയാൻ. ഗഗൻയാൻ. . ഏഷ്യയിലെ സമ്പന്ന ഗ്രാമം എന്നറിയപ്പെടുന്നത്?
ഏഷ്യയിലെ സമ്പന്ന ഗ്രാമം ഗുജറാത്തിലെ മധാപ്പർ. ആകാശവാണിയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന പ്രഭാഷണ പരമ്പരയുടെ പേര്? മൻ കി ബാത്ത്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി. സതീദേവി. വനിതാ കമ്മീഷൻ അധ്യക്ഷ പി. സതീദേവി. ആടുജീവിതം സിനിമയിൽ വില്ലൻ വേഷം ചെയ്ത ഒമാനി നടന്റെ പേര്? താലിബ് അൽ ബലൂഷി. T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം പിടിച്ച മലയാളികൾ ആര്? ആശ ശോഭന, സജന സജീവൻ. 17ാമത് പാരാലിമ്പിക്സിലെ ആദ്യ സ്വർണം ജേതാവ് ആര്? നെതർലൻഡ്സിലെ കരോളിൻ ഗ്രൂട്ട്. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയ ഉദ്യാനം ആകാൻ തയ്യാറാകുന്നത് ഏത്? ഇരവികുളം ദേശീയ ഉദ്യാനം. ഇടുക്കി ജില്ലയിലാണ് ഇരവികുളം. സുഡാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ രക്ഷിക്കുന്നതിന് നടത്തുന്ന ഓപ്പറേഷന്റെ പേര്? ഓപ്പറേഷൻ കാവേരി. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി ഏത്? ഷിയോനാഥ്. ഛത്തീസ്ഗഡിലെ ഷിയോനാഥ്. കേരളത്തിലെ ആദ്യ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിലവിൽ വന്നത് എവിടെ? കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ മറീന ബീച്ച്. സമുദ്രയാൻ പദ്ധതിക്ക് ഉപയോഗിക്കുന്ന പേടകം? മത്സ്യ 6000. ഋഷി സുനക് പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് രാജ്യത്താണ്? ബ്രിട്ടൻ. ഇന്ത്യയിൽ ആദ്യമായി പ്രാദേശിക ഭാഷയിൽ വിധി പ്രസിദ്ധീകരിച്ച ഹൈക്കോടതി ഏത്? കേരള ഹൈക്കോടതി. സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിയിൽ ഭൂമിയില്ലാത്ത ഭവനരഹിതർക്ക് ഭൂമി കണ്ടെത്തുന്നതിനായി ആരംഭിച്ച പരിപാടിയുടെ പേര്? മനസ്സോടിത്തിരി മണ്ണ്. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡന്റെ പുതിയ പേര് എന്ത്? അമൃതോദ്യാനം. ഇപ്പോഴത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് പേര് നിർവഹിച്ചത്. ട്രെയിൻ ദുരന്തം നടന്ന ബാലസോർ ഏത് സംസ്ഥാനത്താണ്? ട്രെയിൻ ദുരന്തം നടന്ന ബാലസോർ ഒഡീഷയിലാണ്. 2024 ജൂണിൽ അന്തരിച്ച ഒരു ജാപ്പനീസ് ശാസ്ത്രജ്ഞനാണ് കൊളസ്ട്രോളിന്റെ മരുന്ന് കണ്ടുപിടിച്ചത്. ആരാണ് അദ്ദേഹം? അബിര എൻഡോ. 5 പര്യവേഷണ യാത്രകളിലായി 1000 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച ആദ്യ ബഹിരാകാശ സഞ്ചാരി ആര്? ഒലെഗ് കോനോനെങ്കോ. റഷ്യക്കാരനാണ് ഒലെഗ് കോനോനെങ്കോ. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? സക്കറിയ. ഇന്ത്യയിൽ തുറന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിടം ഏതാണ്? സൂറത്ത് ഡയമണ്ട്സ് ബോസ്. 2023 രവീന്ദ്രനാഥ ടാഗോർ സാമൂഹ്യ പുരസ്കാരം നേടിയതാര്? സുകൃത പോൾ കുമാർ. 2023 അന്തരിച്ച ചേർത്തല തങ്കപ്പ പണിക്കർ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. ഇന്ത്യയിൽ ആദ്യമായി ശുചീകരണത്തിന് റോബോട്ടിക് സംവിധാനം ഏർപ്പെടുത്തിയ വിമാനത്താവളം? തിരുവനന്തപുരം. എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത്? മഹാരാഷ്ട്ര. കടലിനടിയിലെ ലോകത്തിലെ ആദ്യത്തെ ടെന്നീസ് കോർട്ട് എവിടെയാണ്? ദുബായ്. 2024 മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിക്ഷേപിച്ച ലോകത്തിലെ ആദ്യ രാജ്യം ഏത്?
ജർമ്മനി. കുട്ടികളിലെ പഠന സ്വഭാവ വൈകല്യ നിവാരണത്തിന് ഹോമിയോപ്പതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏത്? സദ്ഗമയ.